എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ചില ദൈവിക ആലോചനകളുമായി നിങ്ങളുടെ മധ്യേ എത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ, പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിച്ച് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ ശബ്ദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിരാശകളോ ഒന്നും നിങ്ങളെ കീഴ്പ്പെടുത്താതെ ഇരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾ അനുഭവിക്കുന്ന നിരാശകളുടെ നടുവിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഇന്നത്തെ ദിവസം പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ വായിച്ച ഈ ദൈവശബ്ദം ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്കിവിടെ ഇപ്രകാരം ഒരു വാക്യം കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. തീർന്നില്ല, പിന്നെയും പറയുന്നു, ഞാൻ നിൻ്റെ നിലത്ത് നിൻ്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിൻ്റെ 1-2 ഭാഗങ്ങളെ ഞാൻ വേഗത്തിൽ അതിനെ ഒന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. വചനം പറയുന്നു, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ. ആരുടെ കൽപ്പനകളെ? ദൈവത്തിൻ്റെ കൽപ്പനകളെ. എന്താ കൽപ്പന? വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ആരെയാ സ്നേഹിക്കുന്നത്? നമ്മുടെ മക്കളെയാണോ? നമ്മുടെ കുടുംബനാഥനെയാണോ? നിങ്ങളുടെ കുടുംബനാഥയാണോ? അതോ ഈ ലോകത്തിലെ മറ്റു പലതിനെയുമാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കുമ്പോൾ ദൈവമക്കൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്തിനെയാണ്? വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നവരാകണം. ഈ ലോകത്തിലെ മറ്റെന്തിനേയും നിങ്ങൾക്ക് സ്നേഹിക്കാം. സ്നേഹിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. സ്നേഹമാണ് എല്ലാത്തിനേക്കാളും വലുത്. എന്നാൽ അതിലുപരി ഏറ്റവും വലുതായി, ഏറ്റവും ഒന്നാമതായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ചാൽ ഞാൻ നിങ്ങളോട് കൈമാറാം. എങ്ങനെ സ്നേഹിക്കണം? അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കണം, അവനെ സ്നേഹിക്കണം, അവനെ സേവിക്കുകയും വേണം. ഹല്ലേലൂയ. ഇത് കേൾക്കാൻ ഞാൻ പറയട്ടെ, നമ്മൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് എന്തിനെയാണ്? ഈ ലോകത്തിനെ പലതിനെയും നമ്മൾ സ്നേഹിക്കുന്നു, ഈ ലോകത്തിലെ പലതിനെയും നമ്മൾ സേവിക്കുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറാം. ഈ ലോകത്തിൽ നിങ്ങൾ മറ്റെന്തിനേയും സ്നേഹിക്കുന്നതിനേക്കാൾ അധികം, ഈ ലോകത്തിൽ നിങ്ങൾ മറ്റെന്തിനേയും സ്നേഹിക്കുന്നതിനേക്കാൾ അധികം എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് മാറ്റിവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സ്നേഹിക്കുവാൻ, ആ ദൈവത്തെ അവനൊന്ന് സേവിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? വചനം പറയുന്നു, അങ്ങനെയുള്ളവരോട് പറയുന്നു, അങ്ങനെയുള്ളവരോട് ദൈവം പറയുകയാ, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ. അവൻ വചനം പറയുന്നു, ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന്. അപ്പോൾ എന്താ പറയുക? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ധാന്യം, വീഞ്ഞ്, എണ്ണ ഇതിനെന്ത് ചെയ്യണം? ശേഖരിക്കണം. അപ്പോൾ ഇതൊക്കെ നടാതെ എങ്ങനെയാണ് നമ്മൾ വിളവെടുക്കുന്നത്?
പ്രൈസോ, അത് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. നട്ട് ആരോ വച്ചിട്ടുണ്ട്, നമ്മളിനി എന്തോ ചെയ്യണം? നമ്മളിനി അതിനെ ശേഖരിക്കണം. കർത്താവ് നിന്നോട് പറയുന്നത് നീ നടാനല്ല, ചിലത് നട്ട് വിളവിന് പാകമായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളോട് ദൈവം പറയുന്നത് നിങ്ങൾ നടാനല്ല, എൻ്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിച്ചാൽ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ, എന്നെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സേവിച്ചാൽ, വചനം പറയുന്നത് നിങ്ങളോട് പിന്നെ പോയി നടാനല്ല പറഞ്ഞ്, ചിലർ നട്ടുവെച്ചത്, ചിലർ നട്ടുവെച്ച് വളർത്തി വലുതാക്കി വിട്ടിരിക്കുന്നത് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതാരോടാ പറയുന്നത്? ഇസ്രായേൽ മക്കളോടാ പറയുന്നത്. ദൈവം ഫറവോൻ്റെ അടിമത്വത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, നീ മിസ്രയീമിൻ്റെ അടിമത്വത്തിലായിരുന്നപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി മറ്റൊരിടത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില അനാക്യ മല്ലന്മാർ, അല്ലേ, കനാൻ ദേശത്തിനകത്ത് ആരാ ജീവിക്കുന്ന? അനാക്യർ. ഈ അനാക്യ മല്ലന്മാരെ കൊണ്ട് നിനക്കാവശ്യമുള്ളതിനെ നട്ട് അവിടെ ഫലപ്രദമാക്കി അവിടെ വച്ചിരിക്കുകയാണ് ദൈവം. ഇവരെ കൊണ്ട് നട്ട്, ഇവരെ കൊണ്ട് അവിടെ ചിലത് ചെയ്യിച്ച്, ആരെ കൊണ്ട്? ഈ അനാക്യരെ കൊണ്ട്, അനാക്യ മല്ലന്മാരെ, നല്ല കഴിവുള്ളവരെ കൊണ്ട് ദൈവം ചിലതിനവിടെ നട്ട് റെഡിയാക്കി വെച്ച്. എന്തിന്? വിളവെടുക്കാൻ. വിളവെടുക്കാൻ സമയമാകുമ്പോൾ കർത്താവ് ചിലതിനവിടേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പഴയ കാലത്ത് ചിലർ ചെയ്തു വച്ചത്, ചിലർ ചെയ്തു വച്ച നന്മകൾ, ചിലർ ഒരുക്കിക്കൂട്ടി വച്ചിരിക്കുന്ന നന്മകൾ ദൈവം നിൻ്റെ കരത്തിലേക്ക് തരാൻ വേണ്ടിയാ നിന്നെ ദൈവം മിസ്രയീമിൻ്റെ അകത്തു നിന്ന് പുറപ്പെടുവിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണോ നീ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കൈമാറാം, നിനക്ക് വേണ്ടി ദൈവം ചില അനാക്യ മല്ലന്മാരെ കൊണ്ട് ചിലത് നട്ട്, ചില ഫലപ്രദമായതിനെ ഫലം പുറപ്പെടുവെച്ച് നിനക്ക് വിളവെടുക്കുവാൻ തക്കത് ആയിട്ട് ദൈവം അവിടെ ഒരുക്കി കാത്തുപിടിക്കുകയാണ്. വചനം പറയുന്നു, ഞാൻ നിനക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളവെടുക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്ന മുൻമഴയും പിന്മഴയും ദൈവം പെയ്യിക്കും. എന്താ ഈ മുൻമഴ? എന്താ ഈ പിന്മഴ? വിളവെടുക്കുന്നതിന് മുൻപായി പെയ്യുന്നത് മുൻമഴ. അല്ലെങ്കിൽ ചിലത് നമ്മുടെ കയ്യിൽ ഫലമായി വരണമെങ്കിൽ അതിന് മുൻമഴയും ആവശ്യമാണ്, അതിന് പിന്മഴയും ആവശ്യമാണ്. തക്ക സമയത്ത് മഴ അതിന് കിട്ടിയേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിനൊക്കെ ദൈവം തരുന്ന സ്തോത്രം, ഈ കൃഷിക്ക് ദൈവം തരുന്ന ഫലത്തിന് അതിന് വിളവെടുക്കണമെങ്കിൽ മുൻമഴയും ആവശ്യമാണ്, പിന്മഴയും ആവശ്യമാണ്. കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, മഴ തക്ക സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഫലം അതിനകത്തുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. മഴ തക്ക സമയത്ത് പെയ്തില്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, അത് തക്ക സമയത്ത് തക്കതായ നല്ല ഫലം അതിനകത്ത് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കർത്താവ് നിനക്ക് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി മുൻമഴയും പിന്മഴയും കർത്താവ് തക്ക സമയത്ത് പെയ്യിക്കും. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ മഴക്കാലം തെറ്റിയാ പെയ്യുന്നത്. എന്നാൽ വചനം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവനുള്ള മുൻമഴയും പിന്മഴയും ദൈവം പെയ്യിക്കും. വചനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ നിൻ്റെ നിലത്ത് നിൻ്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഒരു ആത്മീക അർത്ഥം ഞാനൊന്ന് കയറി പറയാം. ഞാൻ നിൻ്റെ നിലത്ത് നിൻ്റെ നാൽക്കാലികൾക്ക് എന്തു തരും? പുല്ല് തരും. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ പുല്ല്? ആടുകൾ കഴിക്കുന്നതാണ് പുല്ല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ആടുകളും ഇടയനും. ആരാ ഈ ആടുകൾ? ദൈവജനമാണ് ആടുകൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അതിനെ നട്ടിരിക്കുന്ന ഒരു നിലമുണ്ട്. ഈ നിലത്ത് വചനം പറയും, നിനക്കുള്ള പുല്ല് ഞാൻ അവിടെ തരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ നാളുകളായില്ലേ ദൈവാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ഇടയൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയാം, നിങ്ങൾക്ക് അവിടെ ആവശ്യമായിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പുല്ല്, നിന്നെ തൃപ്തി
തൃപ്തിയാകുന്നത് പോലെ നിനക്ക് കിട്ടുന്നുണ്ടോ? നീ ഒരു നല്ല ആടാണോ? നീ ഒരു നല്ല ആടാണെങ്കിൽ നല്ല ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ഒരു ആടാണ് നീയെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് പോലെ നിങ്ങൾക്കവിടെ പുല്ല് കിട്ടുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒത്തിരി പുല്ലുകൾ നമ്മൾ ഈ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ പോയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല നല്ല മനോഹരങ്ങളായ വീടുകളാണ് അവിടെ വച്ചിരിക്കുന്നത്, അല്ലേ? ഞാനിതിൻ്റെ പറയുന്നതിൻ്റെ ആത്മീകാർത്ഥങ്ങൾ നിങ്ങൾ എടുക്കുക. സ്തോത്രം. നല്ല നല്ല നിലങ്ങൾ, നല്ല നല്ല ആലയങ്ങൾ സമൃദ്ധിയായി ദേശത്തിനകത്ത് വച്ചിട്ടുണ്ട്. നല്ല ഉയരമുള്ള, നല്ല മനോഹരങ്ങളായ ആലയങ്ങൾ, ഉയരത്തിൽ നല്ല വലുപ്പം, ഏറ്റവും വലിയ ആലയങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇങ്ങനെ ഉയരമുള്ള ആലയങ്ങളുടെ ഫ്രണ്ടിലൊക്കെ നമുക്ക് നല്ല നല്ല വീടുകൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പുല്ല് വിതറാറുണ്ട്. ഇത് ആർട്ടിഫിഷ്യലാണ്, പ്ലാസ്റ്റിക് പുല്ലാണ് ഇവർ വിതറുന്നത്. സ്തോത്രം. ഈ പുല്ലിനെ കടിച്ച് തിന്നാമെന്ന് പറഞ്ഞ ആടുകൾ അങ്ങോട്ട് കയറിപ്പോയാലുണ്ടല്ലോ, ഇത് കഴിച്ചാൽ നീ മരിച്ചു പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇതുപോലെ ഉയരമുള്ള പലതും നിൻ്റെ നിലത്ത്, ഹല്ലേലൂയ, ഈ നിലം നമ്മൾ നോക്കിയിട്ട് വേണം നിൽക്കേണ്ടത്. ഹല്ലേലൂയ. നിലം ഏതാണെന്ന് നോക്കണം. അവിടെ നിനക്ക് പുല്ല് കിട്ടുന്നെന്നോട് നോക്കണം. അവിടെ നിനക്ക് തൃപ്തിയാകുന്നുണ്ടോ എന്ന് നോക്കണം. ഹല്ലേലൂയ. അല്ലാത്തിടത്ത് ഞാൻ പറയാം, നിങ്ങൾ നിൽക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ഞാൻ നിൻ്റെ നിലത്ത്, വചനം പറയുന്നു 11-ാമത്തെ അധ്യായം, ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിൻ്റെ നിലത്ത് നിൻ്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും. എൻ്റെ അടുത്ത ഭാഗം പറയുന്നു, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. അപ്പം നിൻ്റെ നാൽക്കാലികൾ എന്ന് പറയുന്നത് ആടിനെയോ നാൽക്കാലികൾ പശുവിനെയോ കാലികളെയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ നമുക്ക്, ഹല്ലേലൂയ, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. അപ്പോൾ ആടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ വളർത്തുന്ന ആടുകളല്ല, ആടുകളാകുന്ന നമുക്കാവശ്യമായിരിക്കുന്ന പുല്ല് ദൈവം തരും. ഹല്ലേലൂയ. നമുക്കാവശ്യമായിരിക്കുന്ന പുല്ല് കർത്താവ് തരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇതിനെ ഒരുക്കുവാനാ ഇടയന്മാർ തയ്യാറാകേണ്ടത്. ഹല്ലേലൂയ. തൻ്റെ ആടുകൾക്ക് പുല്ല് ആവശ്യമാണ്. തൻ്റെ ആടുകൾക്ക് എല്ലാ ആഴ്ചകളിലും അവരെ തൃപ്തിയാകുന്നത് പോലെ പുല്ലവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ഒരാഴ്ചത്തേക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം അവർക്ക് കൊടുക്കേണ്ടത് ഒരു നല്ല ഇടയൻ്റെ ജോലിയാണ്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ പുല്ല് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ആവശ്യമായത് ഒരു തൃപ്തിയാകുന്നത് പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് കൈമാറാം. നിങ്ങൾ നിൽക്കുന്ന നിലം ശരിയല്ല. നിലം ശരിയാണെങ്കിൽ നിങ്ങൾക്കാവശ്യമായ പുല്ല്, നിങ്ങൾക്കാവശ്യമായ ആഹാരം നിനക്ക് തൃപ്തിയാകും വണ്ണം അവിടെ നിന്ന് ലഭിച്ചിരിക്കണം. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, നിൽക്കുന്നത് നല്ല നിലത്താണോ അല്ലയോ? നല്ല നിലത്താണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി ചിലത് കാത്തു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ചിന്തിക്കുക, നല്ല നിലത്ത് നിൽക്കുക. കർത്താവ് നിങ്ങൾക്ക് ആവശ്യമായത് തൃപ്തിയാകും വണ്ണം അവിടെ നിങ്ങൾക്ക് തരും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം ഈ ദൈവശബ്ദവുമായി പ്രിയ മക്കളോട് സംസാരിക്കുവാൻ കർത്താവ് സഹായിച്ചതിനോർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ നല്ല നിലത്ത് നിൽക്കട്ടെ. അവർ കർത്താവ് തൃപ്തിയാകും വണ്ണം ദൈവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് വേണ്ടി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് ദൈവശബ്ദം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നന്മയ്ക്ക് ദൈവം ആർക്കും മുടക്കം വരുത്തരുത്. നല്ല ഉപജീവനങ്ങളെ കൊടുക്കണം. നല്ല വഴികളെ തുറന്നു കൊടുക്കണമേ. ഇന്നത്തെ പ്രഭാതത്തിൽ പ്രിയമക്കൾ ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ രോഗങ്ങളെ ദൈവം മാറ്റിയാട്ടെ. അവരുടെ ശാപങ്ങളെ ദൈവം മാറ്റിയാട്ടെ. പ്രിയമക്കൾ ഇറങ്ങിത്തിരിക്കുന്ന വഴികളെല്ലാം അവർക്ക് ശുഭമായിരിക്കട്ടെ.
ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നല്ല നന്മകളെ കർത്താവ് കൊടുക്കണമേ. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ ഈ പ്രാർത്ഥനയുടെ ശബ്ദം എത്തിച്ചേരുന്ന കാതുകളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിച്ചെല്ലണമേ. അവർ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം, വിടുവിക്കണം. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ദൈവ ശബ്ദം കേൾക്കുവോളം ദൈവ സാന്നിധ്യം എല്ലാവരോട് കൂടെ ഇരിക്കണമേ. സകലവും പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായും അനുഗ്രഹിക്കുമാറാകുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി, ഒരു ശുഭമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ.